പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായിരിക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിരിക്കും. പരിശുദ്ധനും സുഖനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം വളരുന്നതിനെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തെയും നാഥായിരിക്കും. വാഗ്ദാനങ്ങൾ. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം. അവനെ പ്രലോഭിപ്പിക്കരുത്. എന്റെ നാമം അവനുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവന്റെ വാക്കു കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എന്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമേര്യർ, ഹിത്യർ, പെരിസ്യർ, കാനാന്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരുടെ വിശേഷം നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധനാ സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ്സ് തരും.
ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായ നീക്കും. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ അധ്യായം 15, 14, 21 വരെയുള്ള വചനങ്ങൾ. സഹോദരനെ, നിങ്ങൾ നന്മയാൽ ഉയരുന്നവരും എല്ലാ അറിവും നിറഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരും ആളുകളായിരുന്നു എനിക്കൊരു സംശയവുമില്ല. ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ എഴുതിയത്. ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതികൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ ശുശ്രൂഷകനായിരിക്കുകയാണല്ലോ. വിജാതികരാവുന്ന ദൈവവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ ഔദ്യോഗികവുമാകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഗതി ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശുക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും. വിജാതികളുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവർത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവർ ഒഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലിയറിക്കോൾ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കി. അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു. ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും, അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അവനെ മനസ്സിലാക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. Thank you.
പരിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. തമ്പുരാനെ ആശ്രയിച്ചു തമ്പുരാനെ പകർന്നു നൽകുന്നവരാകുക. യേശു 12 പേരെ വിളിച്ച് സകല പിശാചുകളുടെയും മേൽ അവർക്ക് അധികാരം ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രകൾ വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പുണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക. അവിടുന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. വിശ്വാസ വർഷത്തോടെ പഠിച്ചു ഈശ്വരശിഹായിൽ പ്രിയപ്പെട്ടവരെ, 2026-2027 അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. പുത്തൻ പ്രതീക്ഷകളുമായി വിദ്യാലയങ്ങളിലേക്ക് യാത്രയാവുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രാർത്ഥനാശംസകൾ നന്മകളോടെ നേരുന്നു. ഇതോടനുബന്ധമായി ജൂൺ 7 ഞായറാഴ്ച നമ്മുടെ അതിരൂപതയിലെ 298 പള്ളികളിൽ വിശ്വാസ പരിശീലന ക്ലാസുകൾക്കും ആരംഭം കുറിക്കുകയാണ്. ഞാൻ ഈശോയുടെ നിരീക്ഷണത്തിലാണ് എന്ന അർത്ഥവാക്യമാണ് അതിരൂപത മതബോധന കേന്ദ്രം പുതിയ അധ്യയന വർഷത്തിന്റെ വിചിന്തന വിഷയമായി നൽകിയിരിക്കുന്നത്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടെ എല്ലാ മനുഷ്യരെയും കാണുന്നു. സങ്കീർത്തനങ്ങൾ 33:13 എന്ന സംഗീത വചനത്തെ ആസ്പദമാക്കിയാണ് ആപ്തവാക്യം നൽകിയിരിക്കുന്നത്. 2026-2027 അധ്യയന വർഷം ഡിജിറ്റൽ വെൽനസ് ഇയർ ആയി അതിരൂപത ആചരിക്കുകയാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം നമ്മുടെ കുട്ടികളുടെ ആത്മീയവും മാനസികവുമായ വളർച്ച വെല്ലുവിളിയാകുന്ന ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ലോകത്ത് ക്രിസ്തുവിനോടൊപ്പം നടക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ പരിശീലന വിഭാഗം ഇടവക തലങ്ങളിലും അതിരൂപത തലത്തിൽ കുട്ടികൾ വ്യക്തിപരമായും മാതാപിതാക്കളുമായും ഒരുമിച്ച് കുടുംബമായും ചെയ്യേണ്ട ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ അഡിക്ഷൻ, സൈബർ ചതിക്കുഴികൾ, ഏകാന്തത എന്നിവയിൽ നിന്ന് നമ്മുടെ ഇളം തലമുറയെ രക്ഷിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേവലം നമ്മുടെ ഇളം തലമുറയെ കേവലം നിയന്ത്രണങ്ങൾക്കപ്പുറം സാങ്കേതിക വിദ്യയെ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുവാനും ക്രിസ്തീയ മൂല്യങ്ങൾ ഡിജിറ്റൽ ലോകത്ത് പ്രായോഗികമാക്കുവാനും ഈ കർമ്മ പദ്ധതി വഴി കുട്ടികളെ നാം പ്രാപ്തരാക്കുന്നു. വിശുദ്ധ കാർലോസ് അക്യൂതീസിനെ അനുകരിച്ച് സ്ക്രീനിലെ മായാകാഴ്ചകളിൽ നിന്ന് ഹൃദയ ബന്ധങ്ങളിലേക്ക് ദൈവാനുഭവങ്ങളിലേക്ക് കുട്ടികൾ നയിക്കുന്ന ഈ പ്രയാണം നമ്മുടെ കുടുംബങ്ങളിലും ഇടവകളിലും സമൂഹത്തിലും പുതിയ ആത്മീയ ഉണർവിന് വഴി തെളിയിക്കണം. വിവര സാങ്കേതിക വിദ്യയിലെ അതിപ്രസരം നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നതെങ്കിലും ഈശോയുടെ നിരീക്ഷണത്തിൽ നിന്നോ ദൃഷ്ടിയിൽ നിന്നോ നാം അകലെയല്ല. അവിടുത്തെ പക്കൽ നിന്ന് ഓടി ഒളിക്കുവാൻ സാധ്യവുമല്ല. ഈ ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മുടെ കുട്ടികൾ ഗാഡ്ജറ്റുകളെ വേഗത്തോടുകൂടി കൈകാര്യം ചെയ്ത് ശ്രദ്ധയോടെ പഠിച്ച് വിശുദ്ധിയോടുകൂടി ജീവിക്കണം. അവർ ഈശോയോട് വളരുകയും നവമാധ്യമങ്ങളിലൂടെ ഈശോയ്ക്ക് സാക്ഷികളാവുകയും വേണം. ഡിജിറ്റൽ വെൽനസിനെ ലക്ഷ്യമാക്കി ഈ അധ്യയന വർഷം നാം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ തന്റെ സഭയ്ക്ക് നൽകിയ ദൗത്യമാണ്, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും. മത്തായി 28:19-20. സഭാപിതാവായ വിശുദ്ധ ജോർജ് ക്രിസോസ്റ്റോം
ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നത് മാമോദീസ സ്വീകരിച്ച വിശ്വാസികളെ മാമോദീസ തൊട്ടിയിൽ തന്നെ ഉപേക്ഷിക്കരുത് എന്നും സത്യത്തിന്റെ പൂർണ്ണതയായ ഈശ്വരസിഹായുടെ പകൽ അവർ എത്തിച്ചേരുന്നവരെ ചിട്ടയായി പരിശീലിപ്പിക്കണമെന്നുമാണ് ഈശോ നമ്മളോട് കൽപ്പിക്കുന്നത് എന്നാണ്. ഈശോയുടെ ഈ കൽപ്പന പാലിച്ചുകൊണ്ട് നമ്മുടെ ഇടവകളിൽ വിശ്വാസ പരിശീലനത്തിൽ ചിട്ടയായ നേതൃത്വം കൊടുക്കുന്ന വികാരിയച്ഛന്മാരെയും 5300ഓളം വരുന്ന സന്യസ്തരും വൈദിക വിദ്യാർത്ഥികളും 5000 അടങ്ങുന്ന വിശ്വാസ പരിശീലകരെയും ഞാൻ നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, പൂർവികരിൽ നമുക്ക് ലഭിച്ച വിശ്വാസം കുട്ടികൾക്ക് കൈമാറുന്നതിനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കുടുംബങ്ങളിലാണ് ഈ വിശ്വാസ പരിശീലനം ആദ്യം ആരംഭിക്കേണ്ടത്. കുടുംബത്തെ ഗാർഹിക സഭയെന്നും ഉത്കൃഷ്ടമായ മനുഷ്യത്വത്തിന്റെ വിദ്യാലയം എന്നുമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിക്കുന്നത്. മാതാപിതാക്കളാണ് മക്കളുടെ പ്രഥമ അധ്യാപകരും പ്രധാന അധ്യാപകരും. മക്കളുടെ ആത്മരക്ഷയാണ് മാതാപിതാക്കളുടെ പ്രഥമ കടമയെന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരിപ്പോർ പഠിപ്പിക്കുന്നു. മാതാപിതാക്കൾ സ്നേഹപൂർവ്വം കുട്ടികൾക്ക് വിശ്വാസം കൈമാറിയാൽ ജീവിത അന്ത്യം വരെ അവർ സ്നേഹത്തോടെ ആ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിക്കും. വിശുദ്ധ മദർ തെരേസ സാക്ഷ്യപ്പെടുത്തുന്നു, ഒരു ദിവസം പോലും കുടുംബങ്ങളിൽ ഞങ്ങൾ ജപമാല മുടക്കുകയില്ലായിരുന്നു. പ്രാർത്ഥനയ്ക്ക് അവസാനം സ്തുതി ചൊല്ലി അമ്മ ഞങ്ങളോട് പറയും, സ്നേഹമുള്ള കുടുംബം സ്വർഗമാണ് എന്ന്. കുട്ടികളോടൊപ്പം കുടുംബ പ്രാർത്ഥന സജീവമായി നടത്തുവാനും മുടങ്ങിപ്പോകാതിരിക്കുവാനും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കും. അധ്യയന വർഷത്തിന്റെ ഭാഗമായി നാം നടപ്പാക്കുന്ന ഫാമിലി കാറ്റഗിസം പഠന സഹായി വർക്ക് ബുക്ക് വിശ്വാസ പരിശീലനത്തിൽ മാതാപിതാക്കളുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നുണ്ട്. സ്നേഹമുള്ള കുട്ടികളെ, നമ്മുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങളുടെ വിശ്വാസ പരിശീലന ക്ലാസുകളെ കേവലം ഒരു പരീക്ഷയ്ക്കുള്ള പഠനമായി കാണാതെ ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാനും അവരുടെ സ്നേഹം സ്വന്തമാക്കുവാനുള്ള അവസരമായി കാണണം. സഭയുടെ പ്രബോധനങ്ങളിൽ അധിഷ്ഠിതമായി ക്രൈസ്തവ മൂല്യങ്ങൾ നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും പ്രതിഫലിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ ഈശോയുടെ യഥാർത്ഥ സാക്ഷികളായി മാറുന്നത്. മാതാപിതാക്കളെ ആദരിക്കുവാനും മുതിർന്നവരെ ബഹുമാനിക്കുവാനും ചുറ്റുമുള്ളവരെ സ്നേഹത്തോടെയും കരുണയോടെയും പരിഗണിക്കുവാനും വിശുദ്ധ ഗ്രന്ഥവും സഭയും നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ പ്രായത്തിൽ കാറ്റഗിസം ക്ലാസുകളിലൂടെ നേടുന്ന ആത്മീയ അറിവുകൾ നാളത്തെ ലോകത്തിൽ സന്മാർഗങ്ങളും ഉത്തമ പൗരന്മാരുമായി വളരുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും. വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിനും മനുഷ്യർക്കും പ്രിയകരമായി വളരുവാൻ ഈ പുതിയ അധ്യയന വർഷം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വിശ്വാസ സത്യങ്ങളെയും ദൈവശാസ്ത്ര വിഷയങ്ങളെയും സഭാവിജ്ഞാനത്തെയും ധാർമ്മിക ആനുകാലിക വിഷയങ്ങളെയും പറ്റി കൂടുതൽ അറിയുവാനും പഠിക്കുവാനും എറണാകുളം അംഗമായ അതിരൂപത വിശ്വാസ പരിശീലന വിഭാഗം ഈ വർഷം മുതൽ ആരംഭിക്കുന്ന വിശ്വാസ പരിശീലന പ്രോഗ്രാമാണ് ദിദാക്കി. ഈ പ്രോഗ്രാം 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ പഠിപ്പിക്കുവാൻ മാതാപിതാക്കളും വികാരേശന്മാരും പ്രോത്സാഹിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിശ്വാസ പരിശീലനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെടുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം ആശീർവദിക്കുന്നു. സ്നേഹപൂർവ്വം മാർ ജോസഫ് പാമ്പ്ലാനി, എറണാകുളം അംഗമായ അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പ് വികാരി. സുവിശേഷം ഭാഗം ജീവിച്ചുകൊണ്ട് സത്യത്തിന് സാക്ഷികളാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പ്രവർത്തിക്കുകയും ദൈവിക ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾ കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
സർവ്വവല്ലഭനായ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാമനായി തന്റെ മാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കാണാൻ കഴിയുകളെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. തമ്പുരാന്റെ വിശ്വാസം പകർന്നു നൽകുവാൻ ആവശ്യമായ കൃപ അവർക്ക് ചെയ്യാം. അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിഭാഗബോധത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാഗ്രഹിക്കുവാൻ കൽപ്പിക്കുന്ന വിശുദ്ധ തന്റെ ഉപയോഗത്താലും ഈ കുർബാന ഞങ്ങൾ നാമാലയവുമേ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതുപോൽ ആത്മജനം ദിവ്യനോഹായും സ്തുതിയെന്നും ദൈവാമികയെയും മാർയോസേപ്പിനെയും സദരമോർത്തേയ പവനം ഈ ബലിയിൽ
എന്റെ സഹോദരീ സഹോദരന്മാർ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേലും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സ്വർഗവാസികളായിരങ്ങളും പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അനുഭവികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അനുഭവികളുമായ പ്രൊവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. Thank you.
കാരുണ്യനിധിയേ ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. സ്തോത്രം ചെയ്ത് വാഴ്ത്താൻ അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി സിദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എന്നുള്ളിൽ വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
തിരുനാമത്തിന് സ്തുതിയും നാഥനായ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതുല പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ അമൂല്യമായ ശരീരപ്രവേശങ്ങളെ നാം എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തോടെ അപരാധം തിരിച്ചുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരരെ വിമർശിച്ചുകൊണ്ടും നമുക്ക് സദനത്തോടെ കൃപയും പാവസനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും കഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുക. ശത്രുതയിൽ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വ്യക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവാൽ പ്രവർത്തിക്കുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ജീവനോടുകൂടെ ശരീരമേറിയും ആത്മാക്കളെ കാരണമാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. മിശിഹായുടെ തൂക്കങ്ങൾ പുറത്തേക്കും നിത്യജീവനും കാരണമാണ്. സഹോദരനെ, സ്വർഗ്ഗാധിപ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ കമ്പാരം ചെയ്യുവാനും തിരുസഭകളെ ക്ഷണിക്കുന്നു.
യോഗ്യഭാഗത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതാനുഭവവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കിടുവാൻ യോഗ്യതയുള്ള എല്ലാവർക്കും ഇവയുടെ ദാതാവായ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ അറിയുവാൻ കഴിഞ്ഞ ആഴ്ച സ്തോത്രാഴ്ച 6200 രൂപ. ഈ ആഴ്ച അറിയും പരിസരത്തിയാക്കി ഒന്നായിട്ടായിരുന്നു. അടുത്ത ആഴ്ചയിൽ രണ്ടാമതായിരിക്കും. മൂന്നാമത്തെ ഉപയോഗം മേൽപ്പറമ്പിൽ വർഗീസ് ജോസഫിന്റെ വസതി വെച്ച് ഇന്ന് 6:30 സംഭവിക്കുന്നു. അടുത്ത ഞായറാഴ്ച വിശ്വാസ വേളയിൽ തിരുനാൾ ദിനമാണ്. രാവിലെ 6:45 പള്ളിയിൽ വിഷ്ണു കുർബാന, 9 മണിക്ക് കുട്ടികളുടെ കാറ്റഗിസം, 5:30 രണ്ടാമത്തെ കുർബാന കപ്പേളയിൽ, തുടർന്ന് ലതീനി പ്രദക്ഷിണം, നേർച്ച പായസം. കപ്പേളയിലെ തിരുനാൾ ക്രിസ്ത്യൻ യോഹരി 200 രൂപയാണ്. സാധിക്കുന്ന എല്ലാവരും പങ്കുകാരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ തിങ്കളാഴ്ച നമ്മുടെ ജ്ഞാനപീഠം ഹൈസ്കൂളിന്റെ പുതിയ ഓഫീസ് രാവിലെ 9:30 വെച്ചിരിക്കുന്നതായിരിക്കും. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ ഘടകങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ തൻ പ്രിയസുതനാം രക്ഷിച്ചു. റൂഹാതൻ വരമേകുകയാ വസ്തുതികൾ പാടി മുതാ ദിവ്യരഹസ്യം ഘോഷിക്കും. നമ്മിൽ മാനവ സ്നേഹിതനാ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാം നമ്മെ നിതാന്തം സകലേശൻ പ്രേക്ഷിതരായി നയിക്കട്ടെ. ജീവനെഴും തിരുശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാ